ഗ്രാഫിക് ഡിസൈനിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫണ്ടമെൻറ്റൽസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഹൈറാർക്കിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള വീഡിയോ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ് ഇത്. സോ പ്രീവിയസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാത്തവരായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടില്ലെങ്കിലും നമ്മൾ ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഡിസൈൻ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ ഒരു ഹൈറാർക്കിയിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിറ്റിയിൽ ഈ ഒരു ഹൈറാർക്കി എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് പറ്റും. സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഹൈറാർക്കിയിലോട്ട് തിരിച്ചു വരാം. എന്താണ് ഹൈറാർക്കി? വാട്ട് ഈസ് ഹൈറാർക്കി? Hierarchy in design is the arrangement of design elements according to their importance to guide the audience attentions, create a clear visual order and communicate the message effectively. അഥവാ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈൻ കാണുന്ന സമയത്ത് അത് നോക്കുന്ന ഒരാൾ, അതിൻ്റെ ഓഡിയൻസ് ആ ഒരു ഡിസൈൻസിൽ ഏത് ഭാഗത്തോട്ട് ആദ്യം ശ്രദ്ധിക്കണം, ഏത് ആദ്യം വായിക്കണം, അല്ലെങ്കിൽ ഏതിലോട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്നിട്ട് ഏതിലോട്ട് കൊടുക്കണം, എന്നിട്ട് ഏത് ഒബ്ജക്ട്സിലോട്ട് കൊടുക്കണം തുടങ്ങിയ രീതിയിൽ അവർക്കൊരു വിഷ്വൽ ഓർഡർ, അവർ ഏത് ആദ്യം വായിക്കണം, പിന്നീട് ഏത് വായിക്കണം, എന്നിട്ട് ഏത് വായിക്കണം എന്നുള്ള രീതിയിൽ ഒരു വിഷ്വൽ റീഡിങ് ഓർഡർ നൽകാനും അവർക്കൊരു ബെറ്റർ എക്സ്പീരിയൻസ് നൽകാനും അവർക്കത് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡിസൈനേഴ്സ് ഡിസൈൻസിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഹൈറാർക്കി. ഓക്കെ, സോ ഞാനിതിങ്ങനെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെഫിനിഷൻ വൈസ് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ബട്ട് നമ്മൾ കൂടുതൽ എക്സാമ്പിൾ വെച്ചിട്ട് ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് 2 പോസ്റ്റർ എക്സാമ്പിൾസ് അവിടെ നൽകിയിട്ടുണ്ട്. രണ്ടും സെയിം കോണ്ടൻറ്റുകളാണ്, സെയിം എലമെൻറ്റ്സ് ആണ്, സെയിം ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് നിങ്ങൾക്കിതിൽ അടിപൊളിയായിട്ട് തോന്നുന്ന പോസ്റ്റർ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷ്വൽ ഹുക്ക്, വിഷ്വൽ അട്രാക്ഷൻ ഏത് പോസ്റ്ററിലോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഒബ്വിയസ്ലി ദ സെക്കൻഡ് വൺ. ബിക്കോസ് ഇവിടെ എലമെൻറ്റ് സെയിം ആണ്, അവിടെ യൂസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് കോണ്ടൻറ്റുകളും ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. ബട്ട് എന്തുകൊണ്ട് ഇത് സെക്കൻഡ് വൺ ബെസ്റ്റായി? അവിടെ ഓരോ എലമെൻറ്റിനും പ്രത്യേക തരം കളറും സൈസും അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനൊരു വിഷ്വൽ ഓർഡർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫസ്റ്റ് പോസ്റ്ററിലോട്ട് നോക്കുന്ന സമയത്ത് ഇതിൽ ഏതാണ് ആദ്യം വായിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ബട്ട് ദ സെക്കൻഡ് ഡിസൈനിലോട്ട് നോക്കുന്ന സമയത്തോ അവിടെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പെട്ടെന്ന് നിങ്ങൾ ഡിസൈനിലോട്ട് നോക്കുന്ന സമയത്ത് തന്നെ വി ആർ ഹയറിംഗ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ വിസിബിൾ ആവുന്നുണ്ട്. വലുതാക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ കാണുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് റീഡ് ചെയ്യാനും ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. സെക്കൻഡായിട്ട് നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനർ എന്ന് പറഞ്ഞുള്ള ആ ഒരു പൊസിഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഹയറിംഗ് പോസ്റ്ററാണ്, ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞുള്ള ഒരു പൊസിഷനിലോട്ടാണ്. സോ ആ ഒരു ഗ്രാഫിക് ഡിസൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പൊസിഷൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റീഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വി ആർ ഹയറിങ്ങും ഗ്രാഫിക് ഡിസൈനിങ്ങും കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിഷ്വൽ ഹുക്ക് ഏതിലോട്ട് പോകുന്നുള്ളൂ, ആ ഒരു റിക്വയർമെൻറ്റ്സിലോട്ട് പോകുന്നുള്ളൂ. അതും കഴിഞ്ഞിട്ട് താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇതിലോട്ട് അപ്ലൈ ചെയ്യാനും CV അയക്കാനും ഒക്കെ ഉള്ളതായിട്ടുള്ള കോൾ ടു ആക്ഷൻ ബട്ടൺ. കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺടാക്റ്റ് ഓപ്ഷൻസ് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ വിഷ്വൽ ഹുക്ക് പോകുന്നത്. സോ ഇവിടെ ഈ ഒരു സെക്കൻഡ് ഡിസൈൻ എന്തുകൊണ്ടാണ് ബെറ്റർ ആയത്? ഫസ്റ്റ് ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ അവിടെ നമ്മൾ യാതൊരുവിധ വിഷ്വൽ ഓർഡറോ അല്ലെങ്കിൽ ഏത് റീഡ് ചെയ്യണം, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടില്ല. ബട്ട് സെക്കൻഡ് വണ്ണിലോട്ട് വരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ഓഡിയൻസ് റീഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ കളറും ടൈപ്പോഗ്രഫിയും അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ വിഡ്ത്തും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ സൈസ്, ടോട്ടൽ സൈസ് കാര്യങ്ങളൊക്കെ, എലമെൻസിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമുക്ക് അതിലോട്ട് ഇമ്പോർട്ടൻസ് കൂടും. അതായത് എന്തിലോട്ടാണോ ആ ഒരു ഓഡിയൻസിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ടുവരണമെന്ന് ആസ് എ ഡിസൈനർ നമ്മൾ ആഗ്രഹിച്ചത്, ആ ഒരു ഒബ്ജക്ട്സിലോട്ട് ആ ഒരു ഡിസൈനറിൻ്റെ അറ്റൻഷൻ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇത്തരം അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നതിലൂടെ സാധിക്കും. സോ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഡിസൈൻ എലമെൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ അതിൻ്റെ സൈസിലും അതിൻ്റെ കളറിലും അതിൻ്റെ ടൈപ്പോഗ്രഫിയിലും അതിൻ്റെ സ്പേസിങ്ങിലും അതിൻ്റെ ലേഔട്ടിലൊക്കെ ചില ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് യൂസറിന് ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനും അവർക്ക് ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് ഓരോ എലമെൻറ്റിലോട്ടും അറ്റൻഷൻ കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിസൈൻ പ്രിൻസിപ്പിളാണ് എന്ത്, ഹൈറാർക്കി. ഓക്കെ,
ഇനി ഡിസൈനിങ്ങിൽ ഹൈറാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറാർക്കി യൂസ് ചെയ്തിട്ടുള്ളതും യൂസ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരു ഡിസൈൻ ലേഔട്ട് നിങ്ങൾ നേരത്തെ കാണുകയുണ്ടായി. അവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വണ്ണിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ദ സെക്കൻഡ് വൺ ഈസ് ഫാർ മോർ ബെറ്റർ ആണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? അവിടെ അത് പ്രോപ്പറായിട്ട് ആളുകൾക്ക് എന്ത് ചെയ്ത് പറ്റും, ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് ഈസിലി നമ്മൾ ഉദ്ദേശിച്ചുള്ള കാര്യം ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹൈറാർക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ലേഔട്ടിലോട്ട് നോക്കാന്നുണ്ടെങ്കിൽ, ആ ഹൈറാർക്കി യൂസ് ചെയ്യാത്ത ആ ഒരു ലേഔട്ടിലോട്ട് നോക്കാന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, അവിടെ ഒരു ഇമ്പോർട്ടൻസ്, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ എലമെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് അവിടെ സാധിക്കുന്നില്ല. അത് ഈസി ആയിട്ട് ആളുകൾക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ആളുകൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്തരത്തിൽ ഹൈറാർക്കി യൂസ് ചെയ്യാതെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസൈന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിൽ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അവിടെ വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചില്ല ആ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അവിടെ പ്രോപ്പറായിട്ട് നടക്കുകയില്ല. ഇതാണ് ഹൈറാർക്കി യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഹൈറാർക്കി എങ്ങനെ നമ്മുടെ ഡിസൈൻസിൽ കൊണ്ടുവരാൻ നോക്കിയാലോ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൗ ഡു വി ക്രിയേറ്റ് ഹൈറാർക്കി. ഈ ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യാനായിട്ട് മെയിൻലി 6 ടെക്നിക്സ് അല്ലെങ്കിൽ 6 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് സൈസ്. നമ്മൾ ഡിസൈൻസിൽ ഒരുപാട് എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു ഡിസൈൻ എലമെൻസിൻ്റെ സൈസിൽ അറേഞ്ച്മെൻറ്റ്സ് വരുത്തുന്നതോടുകൂടി, അതായത് സൈസ് കൂട്ടുന്നതും കുറക്കുന്നതും ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് ഈ ഒരു ഹൈറാർക്കി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു ലേഔട്ടിലോട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ ഏത് എലമെൻ്റാണോ ബിഗ്ഗറായിട്ട് നിൽക്കുന്നത് ആ ഒരു എലമെൻറ്റിലോട്ട് ഓഡിയൻസിൻ്റെ അറ്റൻഷൻ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഒരു റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഹോർഡിങ് കാണുന്നുണ്ട്, അതിലൊരു വലിയ രീതിയിലൊരു ടെക്സ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഒരുപാട് എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ആ ഒരു എലമെൻറ്റ്സിൽ നിന്ന് ഒരു എലമെൻറ്റ് മാത്രം അവിടെ ബിഗ്ഗായിട്ട് നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അറ്റൻഷൻ ഏതിലോട്ട് പോകും, ആ ഒരു ബിഗ്ഗായിട്ടുള്ള എലമെൻറ്റിലോട്ട് പോകും. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള മറ്റ് സൈസസുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അറ്റൻഷൻ പോവുകയുള്ളൂ. ഇവിടെയാണ് സൈസ് എന്ന് പറയുന്ന ഒരു മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് ഈസിലി നിങ്ങൾക്ക് എലമെൻസിൻ്റെ സൈസ് കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഓഡിയൻസിൻ്റെ വിഷ്വൽ അറ്റൻഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഓഡിയൻസിന് ക്ലിയർ ആയിട്ടുള്ളൊരു വിഷ്വൽ ഓർഡർ നിങ്ങൾക്ക് നൽകാനായിട്ട് പറ്റും. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് കളറും ഹൈറാർക്കി കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹയറിംഗ് പോസ്റ്റർ നിങ്ങളവിടെ കാണുന്നുണ്ട്. ഇവിടെ രണ്ടിലും എന്താണ് ഡിഫറൻസ്? അവിടെ ആ ഒരു ഹയറിംഗ് എന്ന് പറയുന്ന ഒരു മെയിൻ ഹെഡിങ്ങിലെ ആ ഒരു ടേമിൻ്റെ ആ ഒരു ഹെഡിങ്ങിലെ ഹയറിംഗ് എന്ന് പറയുന്ന ഒരു പോർഷനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് വണ്ണിൽ നിന്നും ചേഞ്ച് ചെയ്ത് ഒരു സെക്കൻഡ് വണ്ണിൽ ഒരു യെല്ലോ കളറിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക്കലി രണ്ട് ലേഔട്ടും നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നത്? അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയനെ നമുക്ക് കളർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആളുകൾ ഹൈലി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറുകളിലോട്ടും അല്ലെങ്കിൽ ബ്രൈറ്റർ ആയിട്ടുള്ള കളറിലോട്ടും ഈസിലി എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കളർ കോൺട്രാസ്റ്റിനെ പറ്റി പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് ഒരു കളർ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു എലമെൻറ്റിലോട്ട് അല്ലെങ്കിൽ ആ ഒരു കളറിലോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കും. ആ ഒരു എലമെൻറ്റ് മാത്രം അവിടെ യെല്ലോ കളറിൽ കൊടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അതൊരു ഹെഡിങ് ആണ് എന്നുള്ള രീതിയിൽ നമ്മളവിടെ ശ്രദ്ധിക്കും. അവിടെ താഴെ പോയിൻസിൻ്റെ ആ ഭാഗത്തോട്ട് നോക്കുകയെന്നുണ്ടെങ്കിലും ആ ഒരു പോയിൻസിന് നമ്മളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അവിടെ യൂഷ്വലി ഉള്ള കളേഴ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഭാഗം മാത്രം മറ്റൊരു യെല്ലോ കളറിലോട്ട് ചേഞ്ച് ചെയ്ത് നമ്മളവിടെ കൊടുക്കുന്ന സമയത്ത് ഇതൊരു ഹെഡിങ് ആണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇമ്പോർട്ടൻസ് അതിലുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈസിലി അത് റീഡ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത്തരത്തിലൊരു ലേഔട്ടിൽ വരുന്ന ഡിസൈൻ എലമെൻറ്റ്സിൽ യൂസ് ചെയ്യുന്ന കളേഴ്സിൽ ചില ഡിഫറൻസസ് വരുത്തിയിട്ട് ഹൈറാർക്കി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, തേർഡ് വൺ ഈസ് ടൈപ്പോഗ്രാഫി. നമ്മൾ മിക്ക ഡിസൈൻസ് നോക്കിക്കഴിഞ്ഞാലും ഡിസൈൻസിൻ്റെ ഒരു കോർ കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് എന്ത്, ടൈപ്പോഗ്രാഫി. എല്ലാതും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്തിട്ടില്ല, ടെക്സ്റ്റ് കോണ്ടൻറ്റുകൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ടൈപ്പോഗ്രാഫീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ടെക്സ്റ്റ് കോണ്ടൻറ്റുകളിൽ അല്ലെങ്കിൽ ടൈപ്പോഗ്രാഫിയിൽ നമ്മൾ ഒരുപാട് ഡിഫറൻസസ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹൈറാർക്കി ഓർഡർ അല്ലെങ്കിൽ വിഷ്വൽ ഹൈറാർക്കി ഓർഡർ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ വിഷ്വൽ ഹൈറാർക്കി നമുക്ക് ഡിസൈൻസിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ സ്ക്രീനിലോട്ട് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ലേഔട്ട് അവിടെ കാണുന്നുണ്ട്. അവിടെ നോർമൽ ടൈപ്പോഗ്രാഫിയിൽ സെയിം വിഡ്ത്ത് സെയിം തിക്നെസ് സെയിം ഫോണ്ടിൽ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സെക്കൻഡ് ലേഔട്ടിലോട്ട് നോക്കുന്ന സമയത്ത് അവിടെ എന്താണ് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്, അവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്പോഗ്രാഫീസ് യൂസ് ചെയ്യുന്നുണ്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ള തിക്നെസ്സിൽ വരുന്ന ഫോണ്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ള കളറും അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ടൈപ്പോഗ്രാഫിയിൽ അറേഞ്ച്മെൻറ്റ്സ് വരുത്തുന്നതോട് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഫസ്റ്റ് വണ്ണിൽ നിന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടും അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയിട്ടും അല്ലെങ്കിൽ
അട്രാക്റ്റീവായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ത്, സെക്കൻഡ് ഡിസൈൻ. ഓക്കെ, സോ ഇത്തരത്തിൽ ടൈപ്പോഗ്രാഫിയിൽ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈറാർക്കി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് സ്പേസിങ്. സ്പേസിംഗ് എന്ന് പറയുന്നത് ഡിസൈൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു എലമെൻറ്റിന് നമ്മളൊരു ലേഔട്ടിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എലമെൻറ്റിന് എത്രത്തോളം സ്പേസിങ് നമ്മളവിടെ കൊടുക്കുന്നു അത്രത്തോളം ആ ഒരു എലമെൻറ്റിന് ഇമ്പോർട്ടൻസ് കൂടും എന്നുള്ളതാണ്. സോ ഡിസൈൻസിൽ ഇത് വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ ക്ലിയർ സ്പേസ് എന്ന് പറയുന്ന ഒരു നെയിമിലൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഹയറിംഗ് പോസ്റ്റർ എടുക്കാം. ഇവിടെ ആ ഒരു VR ഹയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ആ ഒരു ഏരിയ ബാക്കിയുള്ള എലമെൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളവിടെ സൈസ് കൂടിയിട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് റീഡ് ചെയ്യുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി അതിലോട്ട് അറ്റൻഷൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് അത് ബാക്കിയുള്ളതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കൂടുതൽ കൺജസ്റ്റഡ് ആയിട്ട് തിക്കി നിറച്ച് നമ്മൾ കൊടുക്കാതെ ഒന്ന് സ്പേസിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ അലോ ചെയ്തിട്ട് ആ ഒരു എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആ ഒരു എലമെൻറ്റിലോട്ട് സ്പെഷ്യലായിട്ട് നമ്മുടെ ഒരു വിഷ്വൽ ഹുക്ക് പോകുന്നത്. ഇപ്പോൾ ഈവൻ ഇതേ സ്ഥാനത്ത് തന്നെ ഇതൊന്നായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് എല്ലാ എലമെൻസും അല്ലെങ്കിൽ എല്ലാ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ അത്തരത്തിൽ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് എലമെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു വിഷ്വൽ ഹൈറാർക്കി അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഡയറക്ഷൻ നമുക്ക് അവിടെ കിട്ടാനായിട്ട് പ്രയാസമാവും. ആളുകൾക്ക് അത് റീഡ് ചെയ്യാനും ആളുകൾക്ക് അതൊരു വിഷ്വൽ ഡയറക്ഷൻ കിട്ടാനും അവർക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ ആ ഒരു ഭാഗത്തോട്ട് പോകാനും എന്ത് ചെയ്യും, ബുദ്ധിമുട്ടാവും. സോ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് എന്ത്, ഈ സ്പേസിങ്. അവിടെ അതേ സെയിം പോസ്റ്ററിൽ തന്നെ നിങ്ങൾ ആ ഒരു ലോഗോ പ്ലേസ് ചെയ്ത് നോക്കാം. അതായത് ബാക്കിയുള്ള എലമെൻസിൽ നിന്ന് അത്യാവശ്യം സ്പേസ് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പ് കോർണറിൽ ആ ഒരു കമ്പനീൻ്റെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു പോസ്റ്റർ കാണുന്ന ഒരാൾക്ക് ഈസിലി ആ ഒരു ലോഗോ ശ്രദ്ധിക്കപ്പെടാനും ആ ഒരു ലോഗോ അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് ഏതാണ്, ഈ ഒരു കമ്പനി ഹയറിംഗ് പോസ്റ്റർ ഹയറിംഗ് നടത്തുന്ന ബ്രാൻഡ് ഏതാണ്, ഈ കമ്പനി ഏതാണെന്നുള്ളത് തിരിച്ചറിയാനും അവിടെ എന്ത് ചെയ്യും, അവിടെ അത് ഹെൽപ്പ് ചെയ്യും. അതിന് പകരം ആ ഒരു ലോഗോ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് എലമെൻസിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് എലമെൻസിനോട് ചേർന്നിട്ടോ ഒക്കെ ക്ലറ്റഡ് ആയിട്ടുള്ള കൺജസ്റ്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ലോഗോ ഏതാണ്, ടെക്സ്റ്റ് ഏതാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും, ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവും. കാരണം ആളുകൾ ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് വായിക്കുന്ന സമയത്ത് ആർക്കും ഇതിൽ ലോഗോ ഏതാണ് മറ്റേതാണെന്നുള്ളത് പെട്ടെന്ന് ആലോചിച്ച് നിൽക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം. അതിന് ഇത്തരത്തിൽ ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടേം തന്നെയാണ് എന്ത്, സ്പേസിങ്. സോ ആ ഒരു സ്പേസിങ് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പൊസിഷൻ. പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ലേഔട്ട് കണ്ടു, അതായത് ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ കണ്ടു, നമ്മൾ എവിടെ നിന്നായിരിക്കും അതിൻ്റെ റീഡിങ് തുടങ്ങുക, മുകളിൽ നിന്ന് താഴോട്ടെന്ന് പറഞ്ഞുള്ള ഫോർമാറ്റ് ആയിരിക്കും. അത് നിങ്ങൾ ഫ്ലെയർ കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ നോട്ടീസ് കണ്ടു കഴിഞ്ഞാലും ബാക്കി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു റീഡിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റീഡിംഗ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മുകളിൽ നിന്ന് താഴോട്ട് അല്ലെങ്കിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് എന്നുള്ള രീതിയിലാണ്. നമ്മൾ റൈറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിക്കോട്ടെ, വായിക്കുന്ന ഡയറക്ഷൻ ആയിക്കോട്ടെ, ഒക്കെ എന്താണ്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടാണ്. സോ ഇത്തരത്തിൽ ആളുകൾ കോമൺ ആയിട്ടും നമ്മളൊരു ഡിസൈനിൽ നോക്കുന്ന സമയത്ത് കോമൺ ആയിട്ടും കൂടുതൽ മുകളിൽ നിന്ന് താഴോട്ട് റീഡ് ചെയ്യാനായിട്ടും ശ്രമിക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്താൽ എന്തുണ്ടാവും, ആളുകൾക്ക് അത് ഈസി ആയിട്ട് റീഡ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും. നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ആളുകൾക്ക് അത് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് കമ്പാരേറ്റീവ്ലി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്ററിനെ ഇവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്, ആ ഒരു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് അലൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പൊസിഷൻ ചെയ്തിട്ടുള്ള ആ ഒരു എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റുകൾ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈസി ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത് എന്ത് ചെയ്യും, ആളുകളെ പെട്ടെന്ന് ആ ഒരു ഏരിയയിലോട്ട് ശ്രദ്ധ കൊണ്ടുവരാനും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യാനും ആ ഒരു ഏരിയ റീഡ് ചെയ്യാനും ആളുകൾ എന്ത് ചെയ്യും, ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇത്തരത്തിൽ നമ്മൾ ഡിസൈൻസിൽ യൂസ് ചെയ്യുന്ന എലമെൻസിൻ്റെ പൊസിഷനും അലൈൻമെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ഫൈനൽ വൺ ആണ് ഇമേജസ്. ഗ്രാഫിക് ഡിസൈനിങ്ങിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് വഹിക്കുന്ന ഒരു എലമെൻ്റാണ് എന്ത്, ഇമേജസ്. ഒരു ഡിസൈൻസിൽ ഒരു ക്രിയേറ്റീവായിട്ടൊരു ഇമേജസ് യൂസ് ചെയ്യുന്നതോടുകൂടി ആ ഒരു ഇമേജസ് വലിയ സൈസിൽ കൊടുക്കുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ടൊരു ഇമേജസ് പ്ലേസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസേഴ്സിൻ്റെ അട്രാക്ഷൻ ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും, അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും, അവർക്കൊരു വിഷ്വൽ ഓർഡർ നമുക്ക് നൽകാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ റോഡ് സൈഡിലെ ഹോർഡിങ്സിൽ കാര്യങ്ങളിലൊക്കെ സെലിബ്രിറ്റി ഫേസസും അല്ലെങ്കിൽ ഫിലിം ആക്ടേഴ്സിൻ്റെ ഒക്കെ ഫേസസ് കാര്യങ്ങളൊക്കെ അവിടെ പ്ലേസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല അക്കാദമീസിൻ്റെയും പല കമ്പനീസിൻ്റെയും പല ബ്രാൻഡിൻ്റെയും ഒക്കെ ഇതിൽ അവരുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ടുള്ള ഇത്തരം സെലിബ്രിറ്റി ഫേസസ് അവിടെ പ്ലേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അതായത് അവർ കൊടുത്തിട്ടുള്ള കോണ്ടന്റിനെക്കാളും വലുപ്പത്തിൽ ആ ഒരു സെലിബ്രിറ്റി ഫേസ് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും, ആ ഒരു സെലിബ്രിറ്റി ഇമേജ്. ഓക്കെ,
ആ ഒരു ഇമേജ് ആ ഒരു ലേഔട്ടിൽ വരുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിക്കോട്ടെ നമ്മൾ പല രീതിയിൽ മെൻ്റലി എൻഗേജ്ഡ് ആയിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ പല ആവശ്യത്തിന് വേണ്ടിയിട്ട് തിരക്ക് പിടിച്ചൊക്കെ പോകുന്നതിനിടയിലും നമ്മുടെ ആ ഒരു വിഷ്വൽ ഹുക്ക് അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽ ഡയറക്ഷൻ ആ ഒരു ഇതിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇമേജസിൻ്റെ പ്ലേസ്മെൻറ്റ്സ് ആണ്. ഓക്കെ, സോ ഇത്തരത്തിൽ ഇമേജസ് ഡിസൈൻസിൽ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇമേജസ് പല രീതിയിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലും നമ്മൾ പ്ലേസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഹൈറാർക്കി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ ഇമേജസും ഹൈറാർക്കി കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആളുകൾക്കൊരു വിഷ്വൽ ഓർഡർ നൽകാനായിട്ട്, ആ ഒരു വിഷ്വൽ അട്രാക്ഷൻ കിട്ടാനായിട്ട്, അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിൽ വലിയൊരു പാർട്ട് വഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിൽ 6 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് മെയിൻലി നമ്മൾ ഡിസൈൻസിൽ ഹൈറാർക്കി കൺട്രോൾ ചെയ്യുക. വേറെയും ഒരുപാട് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇപ്പോൾ നമ്മൾ എന്താണ് ഹൈറാർക്കി എന്നുള്ളതും എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതും ഏതെല്ലാം രീതിയിൽ നമ്മുടെ ഡിസൈൻസിൽ ആ ഒരു ഹൈറാർക്കി കൊണ്ടുവരാമെന്നുള്ളതും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ നിങ്ങൾ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച സമയത്ത് ഈ ഒരു ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഇനി മുതൽ നിങ്ങൾ ഡിസൈൻസ് ശ്രദ്ധിക്കുന്ന സമയത്ത്, നിങ്ങൾ റെഫറൻസ് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ കാര്യങ്ങളൊക്കെ ഡിസൈൻസ് കാണുന്ന സമയത്ത്, നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഹൈറാർക്കി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇൻറ്റൻഷനലി ആ ഒരു യൂസേഴ്സിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനും ആ ഒരു യൂസേഴ്സിന് ഒരു വിഷ്വൽ ഓർഡർ നൽകാനും നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ആ ഒരു ഡിസൈൻസിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അതായത് ആ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങൾക്ക് നൽകാനായിട്ട് ഇത്തരം ഹൈറാർക്കി പോലത്തെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയൊക്കെയാണ് ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഫീഡ്ബാക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫീഡ്ബാക്സ് അറിയിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി തരാവുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് ലേണിംഗ് സീരീസിൻ്റെ പാർട്ടാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിൽ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് അവർക്കും കൂടി ഷെയർ ചെയ്തിട്ട് അവരെയും കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നെക്സ്റ്റ് ഒരു സൺഡേ അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ ഫണ്ടമെൻ്റൽ ഒരു പ്രിൻസിപ്പിളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരേക്കും